എല്ലാവർക്കും നമസ്കാരം. ദേശസ്നേഹം എന്ന ടോപ്പിക്കുമായിട്ടാണ് ഇന്ന് ഞാൻ നിങ്ങളോടൊപ്പം ചേരുന്നത്. നെടുമ്പാറ ഇൻസ്പിറേഷൻ ത്രില്ലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ത്യ പാകിസ്ഥാൻ ഭീകര ആക്രമണത്തിന്റെ തീവ്രത കാണുമ്പോൾ, ഈ യുദ്ധമുഖം കാണുമ്പോൾ ദേശസ്നേഹത്തെക്കുറിച്ച് ഓർക്കാനും അത് ഉണർത്താൻ ഉതകുന്ന ചില കാര്യങ്ങൾ പങ്കുവയ്ക്കാനുമാണ് ഈ വീഡിയോ നിങ്ങൾക്കായിട്ട് സമർപ്പിക്കുന്നത്. ഈ അവസരത്തിൽ മഹാകവി വള്ളത്തോൾ പാടിയ കവിവാക്യം എൻ്റെ മനസ്സിലേക്ക് ഓടി വരികയാണ്. ഭാരതമെന്ന് കേട്ടാൽ അഭിമാനപൂരിതമാകും അന്തരംഗം, കേരളമെന്ന് കേട്ടാലോ തിളയ്ക്കണം ചോര ഞരമ്പുകളിൽ. എന്തെല്ലാം പോരായ്മ ഉണ്ടായാലും ഇന്ത്യയെക്കുറിച്ചും കേരളത്തെക്കുറിച്ചും ഒക്കെ നാം അഭിമാനം കൊള്ളാറുണ്ടല്ലോ. നമ്മുടെ മാതൃഭൂമിയോട് നമുക്ക് ഹൃദയത്തിൽ അഗാധമായ ഒരു ബന്ധമൊക്കെ ഉണ്ടല്ലോ. ഇതിനെയാണ് ദേശസ്നേഹം എന്ന് പറയുന്നത്. വ്യക്തിത്വമുള്ള ഏതൊരാളും ദേശസ്നേഹിയായിരിക്കും, യാതൊരു സംശയവുമില്ല. ഏറ്റവും വലിയ മഹത്തായ ഒരു ഗുണമാണ് ഏത്? ഈ ദേശസ്നേഹം. നിങ്ങൾക്ക് നിഷേധിക്കാനാവുമോ? ജനനീ ജന്മഭൂമി എന്നാണല്ലോ വേദങ്ങൾ പോലും പറയുന്നത്. അമ്മയും ജന്മഭൂമിയും സ്വർഗത്തേക്കാൾ മഹത്തരമാണ് കേട്ടോ. മാതാവിനെ പോലെ നമുക്ക് ജന്മം നൽകുകയും വളർത്തുകയും പരിപാലിക്കുകയും ചെയ്യുന്നതിൽ അനുപമമായ പങ്കാണ് ആർക്കുള്ളത്? ജന്മഭൂമിക്കുള്ളത്. അതുകൊണ്ടാണ് നമ്മളെ യുദ്ധഭൂമിയിലേക്കും ഈ മൂടൽമഞ്ഞ് കയറിയ കാശ്മീരിലേക്കും നയിക്കുന്നത്. ദേശസ്നേഹം എന്നത് പ്ലാസ്റ്റിക് ദേശീയ പതാക പിടിച്ച് സോഷ്യൽ മീഡിയയിൽ ദീപ്തി മാറ്റുന്നത് മാത്രമല്ല. ദേശസ്നേഹം എന്നത് ഒരു രാജ്യവാസിയും ഓരോ രാജ്യവാസിയും മനസ്സിൽ ജ്വലിപ്പിക്കേണ്ട തീപ്പൊരിയാണ്. രാജ്യത്തിനു വേണ്ടി ജീവിക്കാനും മരിക്കാനും തയ്യാറാവണം. കുറെ സ്വത്തുക്കളും കൂട്ടി വെച്ച് സ്വാർത്ഥമോഹികളായി കഴിഞ്ഞിട്ടൊന്നും ഒരു കാര്യവുമില്ല മോനെ ദിനേശ, ഒരു കാര്യവുമില്ല. അധികം പേരും ഉള്ള പണമെല്ലാം ഹോസ്പിറ്റലിൽ കൊണ്ടു കൊടുത്ത് ICUവിൽ കിടന്ന് സുഖമായി മരിക്കുകയാണ്. ആണോ? രാജ്യത്തിന് വേണ്ടി മരിക്കാൻ തയ്യാറാകുന്നതാണ് ഏറ്റവും വലിയ മഹത്വവും അന്തസ്സും. അതിലും വലിയ ഒരു ത്യാഗമില്ല. അതിന് എന്ത് വേണം? അതിന് അർപ്പണബോധവും ധൈര്യവും വേണം. അത് നമുക്കുണ്ടല്ലോ. ഈ പ്രപഞ്ചത്തിലെ സംസ്കാരങ്ങളിൽ ഏറ്റവും മഹത്തരമായത് എന്താണെന്ന് അറിയാമോ? ആലോചിക്കേണ്ട സമയമാണ്. ഭാരതീയ സംസ്കാരമാണ്, യാതൊരു സംശയവുമില്ല. ഈ കാര്യം മനസ്സിലാക്കി കഴിയുമ്പോൾ ഓരോ ഭാരതീയനും മാതൃഭൂമിയുടെ മാറിൽ സാഷ്ടാംഗം പ്രമാണം ചെയ്യുക തന്നെ ചെയ്യും. സംശയമില്ല. ചെയ്യില്ല അനിയന്മാരെ, അനിയത്തിമാരെന്ന് പറയുന്നു. നമ്മുടെ സംസ്കാരിക പ്രവർത്തകരാണോ ചോദിക്കുന്നത്? നമുക്കറിയാം, 5000 വർഷത്തിലധികം സംവത്സരങ്ങളുടെ പഴക്കമുള്ള സംസ്കാരമാണ് നമ്മുടേത്, ഇന്ത്യയുടേത്. എന്നിട്ടും ലോകത്തിലെ എല്ലാ നന്മകളെയും ശാംശീകരിക്കാൻ എന്നും തയ്യാറായിട്ടുള്ള ചരിത്രമാണ് ഭാരതത്തിനുള്ളത്. ഇത് തന്നെയാണ് നമ്മുടെ സംസ്കാരത്തിന്റെ ഏറ്റവും വലിയ സവിശേഷത എന്ന് പറയുന്നത്. പാകിസ്ഥാൻ ജനതയ്ക്ക് ശരിയായ ആത്മീയവും ഭൗതികവുമായ വളർച്ച ഇല്ലാതെ പോവുകയും ദൈവിക സംസ്കാരത്തിൽ വളരാൻ സാധിക്കാത്തതുമാണ് ഇങ്ങനെ നിരപരാധികളെ വെടിവെച്ചു കൊല്ലാൻ മുസ്ലിം ഭീകരവാദികളെ പ്രേരിപ്പിക്കുന്നത്. അവർ വിശ്വസിക്കുന്നത് തൻ്റെ മതത്തിൽപ്പെട്ടവർ അല്ലാത്തവരെ കൊന്നൊടുക്കിയാൽ സ്വർഗരാജ്യത്തിന് അവകാശികളാകുമെന്ന മിഥ്യാധാരണയുമായി കഴിയുന്നവരാണ് ഇവർ. അത് അവരുടെ ഉറച്ച വിശ്വാസമാണ്. വിശ്വസിച്ചു പോയി. ക്രിസ്തുമതം എന്താ വിശ്വസിക്കുന്നത് അറിയാമോ? നീ ഒരു നല്ല മനുഷ്യനായാൽ സ്വർഗരാജ്യം അവകാശിയാക്കും. ബി എ പേഴ്സൺ വിത്ത് എ പ്യുവർ മൈൻഡ്. ഹിന്ദുക്കൾ വിശ്വസിക്കുന്നതോ ഈ ഭൂമിയിൽ തന്നെ ധർമ്മം നിലനിൽക്കണം, എല്ലാ ജീവജാലങ്ങൾക്കും ശാന്തിയും സുഖവും ലഭിക്കണം, സത്യവും അഹിംസയും നിലനിൽക്കണം. ഇനി അവർക്കായി സ്വർഗം എന്നൊന്നും വേണമെന്നൊന്നും ഇല്ല കേട്ടോ. ധർമ്മം മതി എന്ന നിലപാടാണ് അവർക്കുള്ളത്. എന്തായാലും ഒരു നല്ല മനുഷ്യനായി ജീവിക്കാൻ കഴിഞ്ഞാൽ എല്ലാം ശരിയാവും എൻ്റെ സുഹൃത്തുക്കളെ. ഈ വിശ്വാസമാണ് എന്നെ നയിക്കുന്നത്. എനിക്ക് സ്വർഗത്തെക്കുറിച്ച് വലിയ പ്രതീക്ഷയോ
നരകത്തെക്കുറിച്ച് വലിയ ഭയമൊന്നും എനിക്കില്ല. ഈ കാര്യം ഞാൻ ഇന്നലെ എൻ്റെ സഹധർമ്മിണിയോട് പറഞ്ഞപ്പോൾ ഇങ്ങനെ ഒരു മനുഷ്യനുണ്ടോ എന്നാണ് അവൾ ചോദിച്ചത്. പ്രിയപ്പെട്ടവരെ, ഈ ഒരാഴ്ചയായി എന്താണ് ഭാരതത്തിൽ സംഭവിക്കുന്നത്? നമ്മൾ ജാഗ്രത പുലർത്തിയിട്ടും പാകിസ്ഥാന്റെ ഭീകര ആക്രമണത്തെ നേരിടേണ്ടി വരികയാണല്ലോ. ഈ അവസരത്തിലാണ് സ്വന്തം ജീവിത മാതൃകയിലൂടെ ദേശസ്നേഹം പ്രചരിപ്പിക്കുവാൻ നാം സദാ ശ്രമിക്കേണ്ടത്, എപ്പോഴും ശ്രമിക്കേണ്ടത്. നമുക്ക് വേണ്ടി ജീവൻ തൃണവൽക്കരിച്ച ദേശസേവനം നടത്തുന്ന ഇന്ത്യൻ സൈന്യത്തിനെ നമുക്ക് എന്നും അഭിമാനത്തോടെ, നന്ദിയോടെ, സ്നേഹത്തോടെ ഓർക്കാം. ദേശസേവനത്തിന്റെ കർമ്മഭൂമിയിൽ വീരസ്വർഗം പ്രാപിച്ച അസംഖ്യം രക്തസാക്ഷികളുടെ ജീവൻ തുടിക്കുന്ന സ്മരണകൾ ഇനിയും നമ്മുടെ ദേശത്തെ ഉണർത്തട്ടെ, നമ്മെ കർമ്മോന്മുഖരാകട്ടെ. ആയതിനാൽ ഒരു നല്ല നാളേക്ക് വേണ്ടി ത്യാഗപൂർണമായ സേവനം ചെയ്യുവാൻ ഓരോ ഭാരതീയനും സാധിക്കട്ടെ എന്ന് പ്രത്യാശയോടെ നിർത്തുന്നു. ജയ് ഹിന്ദ്.